രാഹുൽ ഗാന്ധി ഈ കാമ്പയിനിൽ ഉടനീളം പറഞ്ഞ പലതും രാജ്യത്തിനൊട്ടും ഗുണകരമല്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതിനേക്കാൾ ഇവിടുത്തെ സാധാരണ മനുഷ്യർ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ ആഗ്രഹിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് ലോകമെമ്പാടും വലിയ ജനപ്രീതിയാണ്. ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും അംഗീകാരമുണ്ട്. ഇന്ത്യൻ ഭരണാധികാരിക്ക് ലോകരാഷ്ട്ര തലവന്മാരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നീക്കാം. ആ ഒരു സാഹചര്യത്തിൽ നിന്നും രാജ്യത്തെ പിന്നോട്ട് നയിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെങ്കിൽ സോറി, ഞങ്ങൾക്കൊരു ഭരണമാറ്റം വേണ്ട എന്ന് പറയേണ്ടി വരും ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക്. സംവരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ അപക്വമായ പ്രഖ്യാപനം തെളിയിക്കുന്നത് രാഹുൽ ഇന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാനുള്ള പക്വതയോ പാകമോ ഇല്ലാത്ത, ഇരുത്തം വരാത്ത ഒരു നേതാവായി തന്നെ തുടരുന്നു എന്നതാണ്. രാഹുൽ ഇങ്ങനെ കോൺഗ്രസുകാരെ പോലും നിരാശപ്പെടുത്തരുത്. ഈ നാട്ടിലെ കോൺഗ്രസുകാരൊക്കെ മൂക്കൊത്ത് വിരൽ വെച്ച് ഞങ്ങൾ ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും എന്ന് ചോദിക്കുന്ന സാഹചര്യം കോൺഗ്രസിന് ഒട്ടും ഗുണമുണ്ടാക്കില്ല എന്നെങ്കിലും രാഹുലും കൂട്ടരും തിരിച്ചറിയുക.